സാധാരണ പ്രസിഡന്റുമാർ ഇയർ എൻഡ് സ്പീച്ച് നടത്തുമ്പോൾ തന്റെ രാജ്യത്തിന്റെ നേട്ടങ്ങളാണ് എണ്ണമിട്ട് പറയാറുള്ളത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ രീതി കുറച്ച് വ്യത്യസ്തമാണ്. ലോകം മുഴുവൻ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലേശം തിരക്കിലാണ്. വൈറ്റ് ഹൌസിന്റെ ഇടനാഴികളിൽ മുൻ പ്രസിഡന്റുമാരുടെ ചിത്രങ്ങൾക്ക് താഴെ ഓരോ പുരസ്കാരങ്ങൾ തൂക്കുന്ന തിരക്കിൽ. ബൈഡന് സ്ലീപ്പി ജോ ബൈഡൻ എന്നും ഒബാമയ്ക്ക് ഡിവിസിവ് ഒബാമ എന്നും ലേബലുകൾ. പോരാത്തതിന് വിലക്കയറ്റമൊക്കെ പമ്പ കടന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. സംഗതി കേൾക്കുമ്പോൾ രസകരമാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് ചികഞ്ഞു നോക്കേണ്ടതുണ്ട്. വൈറ്റ് ഹൌസിലെ ഈ പുതിയ ഷോയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം 20 മിനിറ്റ് നീണ്ടുനിന്ന ഒരു പ്രസംഗമാണ് ട്രംപ് നടത്തിയത്. അത് ഓവൽ ഓഫീസിൽ നിന്നായിരുന്നില്ല എന്നതായിരുന്നു പ്രത്യേകത. പകരം വൈറ്റ് ഹൌസിലെ ഡിപ്ലോമാറ്റിക് റിസപ്ഷൻ റൂമിൽ നിന്നായിരുന്നു. ഇത് ട്രംപിന് ഒരു ഡെസ്കിൽ ഇരിക്കുന്നതിന് പകരം ഒരു പോഡിയത്തിന് പിന്നിൽ നിന്ന് തന്റെ റാലികളിലൊക്കെ ചെയ്യുന്നത് പോലെ ആവേശത്തോടെ സംസാരിക്കാൻ അവസരമൊരുക്കി. 2 അമേരിക്കൻ ഫ്ളാഗിന്റെയും ക്രിസ്മസ് ട്രീസിന്റെയും ഇടയിൽ നിന്നുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രസംഗം. പശ്ചാത്തലത്തിൽ ജോർജ് വാഷിംഗ്ടണിന്റെ ഒരു ചിത്രവും കാണാമായിരുന്നു. പക്ഷേ അന്തരീക്ഷം അത് ക്രിസ്മസിന്റേതായിരുന്നുവെങ്കിലും ട്രംപിന്റെ വാക്കുകളിൽ ആ ഒരു സന്തോഷമോ സ്നേഹമോ തീരെ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരോടുള്ള സഹതാപമോ ഒന്നും ആ പ്രസംഗത്തിൽ കണ്ടില്ല. നമുക്ക് ട്രംപ് പുതിയതായി നിർമ്മിച്ച പ്രസിഡൻഷ്യൽ വാക്ക് ഓഫ് ഫെയിമിലേക്ക് വരാം. വൈറ്റ് ഹൌസിലെ പുതിയ പരിഷ്കാരമാണ് ഇത്. ഇവിടെ ഓരോ മുൻ പ്രസിഡന്റിന്റെയും ചിത്രത്തിന് താഴെ ട്രംപ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ലേബലുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും തമാശ ബൈഡന്റെ കാര്യമാണ്. ബൈഡന്റെ ചിത്രത്തിന് പകരം ഒരു ഓട്ടോ പെന്നാണ് വെച്ചിരിക്കുന്നത്. പേര് നൽകിയിരിക്കുന്നത് സ്ലീപ്പി ജോ ബൈഡൻ എന്നും. പോരാത്തതിന് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രസിഡന്റ് എന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമേരിക്ക കണ്ട ഏറ്റവും മോശം പ്രസിഡന്റ് ആണെന്നും 2020 അദ്ദേഹം കള്ളത്തരത്തിലൂടെയാണ് ജയിച്ചതെന്നും ട്രംപ് അവിടെ പരസ്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബാരക് ഒബാമയുടെ കാര്യം. അദ്ദേഹത്തിന് ട്രംപ് നൽകിയ ടൈറ്റിൽ ഡിവിസിവ് ഒബാമ എന്നാണ്. അതായത് അമേരിക്കയെ വിഭജിച്ച ആളാണെന്ന് ചുരുക്കം. ഒബാമയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ഒബാമ കെയറിനെ അൺഅഫോർഡബിൾ കെയർ ആക്ട് എന്നും ട്രംപ് വിശേഷിപ്പിച്ചു. സ്വന്തം പാർട്ടിയിലെ ജോർജ് W. ബുഷിനെ പോലും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. ബുഷ് തുടങ്ങിയ യുദ്ധങ്ങൾ അനാവശ്യമായിരുന്നു എന്നാണ് ട്രംപിന്റെ പക്ഷം. ചുരുക്കത്തിൽ താൻ ഒഴികെ, അതായത് ട്രംപ് ഒഴികെ ബാക്കി എല്ലാവരും തോൽവികളായിരുന്നു എന്നാണ് ട്രംപ് പരോക്ഷമായി പറയുന്നത്. ട്രംപിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നോ? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇക്കണോമി ഉണ്ടാക്കിയ മഹാപുരുഷനെന്ന്. സ്വയം പുകഴ്ത്തുന്നതിന് ഒരു പരിധിയില്ല എന്ന് ആരും ചിന്തിച്ചു പോകും. ഇനി ട്രംപിന്റെ സാമ്പത്തിക അവലോകനത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് അവകാശപ്പെട്ടത് സാധനങ്ങളുടെ വിലയൊക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. പ്രത്യേകിച്ചും മുട്ടയുടെ വില 82% കുറഞ്ഞുവെന്ന് ട്രംപ് തട്ടിവിട്ടിട്ടുണ്ട്. എന്നാൽ ഗവൺമെന്റ് കണക്കുകൾ പരിശോധിച്ചാൽ സംഭവം നേരെ തിരിച്ചാണ്. മുട്ടയുടെ വില അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് അല്പം കുറഞ്ഞെങ്കിലും ഈ വർഷം ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 10% കൂടുതലാണ്. മിക്ക സാധനങ്ങളുടെയും വില ഇപ്പോഴും പഴയപടിയോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ്. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം കുറഞ്ഞുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോഴും അമേരിക്കയിലെ സാധാരണക്കാർ ഇപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. താൻ കൊണ്ടുവന്ന താരിഫുകൾ കാരണമാണ് എല്ലാം ശരിയായതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഈ താരിഫുകൾ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറാനേ ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവേ ട്രംപ് ഒരു നീണ്ട പട്ടിക തന്നെ നിരത്തുകയുണ്ടായി. മുൻപ് അധികാരത്തിലിരുന്ന ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കക്കാർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രംപിന്റെ വാക്കുകൾ കടമെടുത്താൽ ബൈഡന്റെ കാലത്ത് കാറുകളുടെ വില 22% കൂടി. ചില സ്റ്റേറ്റുകളിൽ ഇത് 30% മുകളിലായിരുന്നു അത്രേ. ഗ്യാസുലിൻ വില 30 മുതൽ 50% വരെ ഉയർന്നുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഹോട്ടൽ നിരക്കുകൾ 37%വും വിമാന ടിക്കറ്റ് നിരക്കുകൾ 31%വും വർദ്ധിച്ചതായിട്ടാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതൊക്കെ തന്റെ ഭരണത്തിന് കീഴിൽ ഇപ്പോൾ കുറഞ്ഞു വരികയാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ മുട്ടയുടെ കാര്യം കണ്ടതുപോലെ തന്നെ വലിയ വൈരുദ്ധ്യങ്ങൾ കാണാം. ഇനി സൈനികർക്ക് $1776 ക്രിസ്മസ് ബോണസായി നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഇതിനെ വാറിയർ ഡിവിഡൻഡ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. താരിഫുകളിൽ നിന്നുള്ള ലാഭം കൊണ്ടാണത്രേ ഇത് നൽകുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇതിനിടയിൽ ഫെഡറൽ റിസർവ് ചെയർമാനെ മാറ്റുമെന്നും പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരാളെ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ട്രംപിന് വേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം ഓടുന്ന ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് എന്ന് ചുരുക്കം. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ്. ട്രംപിന്റെ ലോകത്ത് അമേരിക്ക ഫസ്റ്റ് അല്ല, അമേരിക്ക സൂപ്പർ ആയി കഴിഞ്ഞു. ബൈഡനെ കളിയാക്കിയും സ്വയം പുകഴ്ത്തിയും ട്രംപ് തന്റെ രണ്ടാം ഊഴം കാര്യമായിട്ട് ഗംഭീരമാക്കുകയാണ്. വൈറ്റ് ഹൌസിന്റെ ചുവരുകൾ ചരിത്രം മാറ്റിയെഴുതുന്നു. ട്രംപിന്റെ വാക്കുകൾ കണക്കുകളെ വെല്ലുവിളിക്കുന്നു. ഇതിനെയൊക്കെ ട്രംപ് മാജിക് എന്ന് വിളിക്കണോ അതോ ട്രംപ് തമാശകൾ എന്ന് വിളിക്കണോ എന്ന് ജനം തന്നെ തീരുമാനിക്കണം. ജനങ്ങളുടെ പോക്കറ്റ് കീറുമ്പോൾ ഈ ലേബൽ ഒട്ടിക്കൽ കൊണ്ട് വിശപ്പ് മാറുമോ എന്നതാണ് ചോദ്യം.